ഒരു ഗ്രാമത്തിൽ മോഹൻ എന്ന പേരുള്ള ഒരു പാവപ്പെട്ട മനുഷ്യൻ തന്റെ ഭാര്യ രാധയോടൊപ്പം പൊളിഞ്ഞിരുന്ന ഒരു കുടിലിൽ താമസിക്കുകയായിരുന്നു. മോഹൻ ആ ഗ്രാമത്തിലെ ഒരു വലിയ പണക്കാരൻ പിന്നെ വളരെ മോശമായ ആളായ ഭീമന്റെ കൊട്ടാരത്തിലെ ജോലിക്കാരനായിരുന്നു. ഒരു ദിവസം മോഹൻ ജോലിക്ക് പുറപ്പെടുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഭാര്യ രാധ എന്തു പറഞ്ഞെന്നാൽ, ദേ ഒന്ന് നോക്കൂ, ഇന്നലെ ഞാൻ പഴയ പെട്ടിയിൽ പഴയ തുണികൾ തേടുകയായിരുന്നു. ആ പെട്ടി നിങ്ങളുടെ അച്ഛന്റേതാണ്. എനിക്ക് ആ പെട്ടിയിൽ നിന്നും ഒരു പഴയ പേപ്പർ കിട്ടി. പിന്നെ എന്നെ ആ പേപ്പർ ഒരുപാട് ആശ്ചര്യപ്പെടുത്തി കളഞ്ഞു. ഞാനും നോക്കട്ടെ. അങ്ങനെ ഇത് എന്ത് പേപ്പറാണിത്? ഇത് നീ കണ്ടിട്ട് വല്ലാതെ അതിശയപ്പെട്ടിട്ടുണ്ടല്ലോ. രാധ ആ പേപ്പർ മോഹന്റെ കയ്യിൽ കൊടുത്തിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇതിൽ നിങ്ങളുടെ അച്ഛന്റെ പേരിട്ടിട്ടുണ്ട് ചേട്ടാ. പിന്നെ നിങ്ങൾ ഭീമന്റെ മാളികയിൽ ജോലി നോക്കുന്നില്ലേ, ഇതിൽ ആ കൊട്ടാരത്തിന്റെ മാപ്പും ഉണ്ട് ചേട്ടാ. മോഹൻ അതിലുള്ളത് വായിച്ചിട്ട് ആശ്ചര്യത്തോടെ എന്തു പറഞ്ഞെന്നാൽ, രാധ, ഈ കടലാസിൽ എന്താ എഴുതിയിരിക്കുന്ന വെച്ചാൽ ആ ഭീമിന്റെ വീട്ടിന്റെ മുതലാളി എന്റെ അച്ഛനാണോ? അത് എങ്ങനെ സാധിക്കും? ഞാൻ ഈ കടലാസ് എന്നിട്ട് മുതലാളി എടുത്ത് കാണിക്കാൻ പോവാണ്. മോഹൻ ആ പത്രം തന്റെ പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഗ്രാമത്തലവനെ കാണാനായി ചെന്നു. അദ്ദേഹത്തിന്റെ കയ്യിൽ ആ പത്രം നൽകിയിട്ട് പറഞ്ഞു, ഇവിടെ നോക്കൂ മുതലാളി, എന്റെ ഭാര്യയ്ക്ക് എന്റെ അച്ഛന്റെ പഴയ പെട്ടിയിൽ ഈ കടലാസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇതില് ജമീന്ദാറിന്റെ വീട്ടു വരപ്പടം വരഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ എന്റെ അച്ഛന്റെ കൈയെഴുത്തും ഇവിടെ ഉണ്ട്. തലവൻ ആ പത്രം നോക്കിയിട്ട് മോഹനെ നോക്കി വളരെ വേദനയോടെ പറഞ്ഞു, മോഹൻ, ഇതൊരു രഹസ്യമാണ്. ഇത് ഗ്രാമത്തിലുള്ള എല്ലാ മനുഷ്യന്മാർക്കും അറിയാം. നീ വളരെ പാവപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് നിനക്ക് ഈ കാര്യം അറിയാത്തത്. ഒന്ന് തെളിച്ചു പറയാൻ പറ്റുമോ മുതലാളി? നിങ്ങൾ എന്താ പറയാൻ വരുന്നത്? മോഹൻ, നിന്റെ അച്ഛനും പിന്നെ ഭീമനും പല വർഷങ്ങൾ മുമ്പ് തന്നെ ഈ ഗ്രാമത്തിൽ വളരെ നെരുങ്ങിയ സുഹൃത്തുക്കളായിരുന്നു. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം നിന്റെ അച്ഛൻ പെട്ടെന്ന് ഒരു പണക്കാരനായിട്ട് മാറി. പിന്നെ ഭീമ നിന്റെ അച്ഛന്റെ ഈ കൊട്ടാരത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ നീ ജനിച്ചതിന് ശേഷം പെട്ടെന്ന് നിന്റെ അച്ഛനും അമ്മയും മരിച്ചും പോയി. അവര് സ്വർഗത്തിലുണ്ടായിരുന്നു. ഭീമനാണ് നിന്നെ വളർത്തിയത്. നിനക്ക് കല്യാണം ചെയ്തു വെച്ചു. പിന്നെ നിന്നെ തന്നെ നിന്റെ കൊട്ടാരത്തിൽ തന്നെ ജോലിക്കാരനായിട്ട് വെച്ചു. മോഹൻ തന്റെ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളോട് കൂടി ഭീമന്റെ കൊട്ടാരത്തിലേക്ക് ചെന്നെത്തി. മോഹനെ കണ്ടതും ഭീമ വളരെ ദേഷ്യത്തോടെ എന്തു പറഞ്ഞെന്നാൽ, ജോലിക്ക് വരുന്ന ഇതാണോ സമയം മോഹൻ? വീട് എത്ര വൃത്തികേടായിട്ടുണ്ട് നീ കണ്ടില്ലേ? നീ എവിടെയാണ് പോയത്? ഞാൻ മുതലാളിയുടെ അടുത്ത് സംസാരിക്കുകയായിരുന്നു. പിന്നെ എന്റെ മുതലാളിയാണ് പറഞ്ഞത് ഈ വീട്ടിന്റെ മുതലാളി എന്റെ അച്ഛനാണായിരുന്നു. ആ രഹസ്യം എന്താണെന്ന് പറയൂ. അങ്ങനെയാണോ? എന്നാ നീ ഗ്രാമത്തിലെ ജനങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ നീ വിശ്വസിക്കാൻ തുടങ്ങിയോ? എടാ, നീ ജനിച്ചപ്പോ തന്നെ നിന്റെ അച്ഛനമ്മ മരിച്ചും പോയി. എടാ, ഞാനാണ് നിന്നെ കഷ്ടപ്പെട്ട് വളർത്തിയത്, മറന്നു പോയോ? പിന്നെ നീ താമസിക്കാൻ വേണ്ടി നിനക്ക് ഞാൻ വീടും തന്നു. പിന്നെ നിന്റെ ഈ വീട് വന്നിട്ട് നിന്റെ അച്ഛന്റെ വീട് നീ പറയുകയാണോ? ഇങ്ങനെ പറഞ്ഞിട്ട് ഭീമ മോഹനെ തന്റെ കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് അയച്ചു. മോഹൻ വളരെ സങ്കടത്തോടെ തന്റെ കുടിലിലേക്ക് വന്നു. എന്താ ചേട്ടാ പറ്റിയത്? നിങ്ങൾ ഇത്ര പെട്ടെന്ന് വന്നല്ലോ. മോഹൻ നടന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മുതലാളി എന്നെ വീട്ടു ജോലിയിൽ നിന്ന് എന്നെ നിർത്തി കളഞ്ഞു. അദ്ദേഹത്തോട് എന്തിനാണ് ചേട്ടാ നിങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചോദിച്ചത്? ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഈ ഗ്രാമത്തിൽ നിങ്ങൾക്ക് ആരിനി ജോലി നൽകും? ഇത് ആലോചിക്കുമ്പോ തന്നെയാണ് എനിക്കും വല്ലാതെ വിഷമമായിട്ടുള്ളത്. അപ്പോഴാണ് അവിടേക്ക് തലവൻ വന്നത്. മോഹൻ, ഭീമൻ നിന്നെ ജോലി വിട്ട് പുറത്താക്കിയെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. അതെ മുതലാളി, നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞ കാര്യം തന്നെയാണ് ഞാൻ ഭീമന്റെ അടുത്തും പറഞ്ഞിരുന്നത്. അദ്ദേഹം ഇത് കേട്ടപ്പോൾ വല്ലാതെ ദേഷ്യപ്പെട്ടു. മോഹൻ, നീ വിഷമിക്കേണ്ടുള്ള ഒരു കാര്യവുമില്ല. ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞ എല്ലാ കാര്യം വളരെ സത്യം തന്നെയാണ്. നീ ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്. എന്താണ് കാര്യം? മോഹൻ, നിനക്ക് ഇന്നും വയസ്സുണ്ട്, ശക്തിയുണ്ട്. നമ്മുടെ ഗ്രാമം കാട്ടിന് നടുക്കാണ് ഉള്ളത്. നീ കാട്ടിലുള്ള മരങ്ങളൊക്കെ വെട്ടിയിട്ട് നഗരത്തിൽ പോയി വിറ്റാൽ എങ്ങനെയുണ്ടാവും? ഭീമൻ നിനക്ക് തരുന്ന ശമ്പളത്തിനെക്കാട്ടും നിനക്ക് ഇന്നും വളരെ കൂടുതലായിട്ടും ഉണ്ടാവും. തലവന്റെ ഈ ആലോചന മോഹന് ഒരുപാട് ഇഷ്ടമായി. അടുത്ത ദിവസം മോഹൻ കാട്ടിലെ മരങ്ങൾ വെട്ടാനായി ചെന്നു. മോഹൻ നോക്കിയപ്പോൾ കാട്ടിൽ ഒരു മരം വെട്ടുകയായിരുന്നു. ആ മരം വെട്ടുകാരൻ മോഹനെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, നീ ഇന്നാണ് ആദ്യത്തെ ദിവസം വന്നതുപോലെ ഉണ്ടല്ലോ. നിന്റെ പേരെന്താണ്? എന്റെ പേര് മോഹനാണ്. അപ്പോഴാണ് മോഹന്റെ ശ്രദ്ധയിൽ എതിരിലുണ്ടായിരുന്ന ഒരു വലിയ മരം കണ്ടത്. നീ എന്തിനാണ് ഈ മരം വെട്ടിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെയുള്ള മരം കണ്ടാൽ വളരെ നന്നായിട്ട് തന്നെ ഉണ്ടല്ലോ. മാർക്കറ്റിൽ നല്ല വിലയ്ക്ക് തന്നെ വിൽക്കാലോ. മരം വെട്ടുകാരൻ പേടിയോടെ മോഹനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, ഇവിടെ നോക്ക്, നീ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നിന്റെ അടുത്ത് ഞാനത് പറഞ്ഞോണ്ടിരിക്കുന്നത്.
നിനക്ക് ഏത് മരം കാണുമ്പോൾ വളരെ നല്ല മരമായിട്ട് കാണുന്നുണ്ടോ ആ മരത്തിന്റെ വഴിയിലായിട്ട് കാട്ടിനുള്ള രഹസ്യമുള്ള വഴിയുമുണ്ട്. അവിടെ മരങ്ങളൊക്കെ സംസാരിക്കും. ഏത് മരം വെട്ടുന്നവരും പേടിക്കുന്നുകൊണ്ട് ആ ഭാഗത്ത് പോകാൻ തന്നെ പേടിയുണ്ടാവും. ഇങ്ങനെ പറഞ്ഞിട്ട് ആ മരം വെട്ടുകാരൻ അവിടെ നിന്നും പോയി. മോഹൻ തന്നോട് തന്നെ സംസാരിച്ചു. അതൊക്കെ എങ്ങനെ സംഭവിക്കും? ഞാൻ ആ മരം തന്നെയാണ് വെട്ടാൻ പോകുന്നത്. മോഹൻ പതുക്കെ പതുക്കെ നടന്ന് ആ മരത്തിനടുത്തേക്ക് ചെന്നു. അദ്ദേഹം കോടാരിയെടുത്ത് ആ മരം വെട്ടാനായി ചെന്നപ്പോൾ പെട്ടെന്ന് ആ മരത്തിൽ നിന്നും ഒരാളുടെ ശബ്ദം കേട്ടു. എന്നെ നിങ്ങൾ വെട്ടാൻ പാടില്ല. ഞാൻ മരമായിട്ട് നിൽക്കുന്നതുകൊണ്ട് എന്തിനാണ് വെട്ടുന്നത്? ഞങ്ങളുടെ ഉള്ളിലും ഒരു ആത്മയുണ്ടല്ലോ. ഇത് കേട്ടിട്ട് മോഹൻ ആശ്ചര്യത്തോടെ പറഞ്ഞു, അങ്ങനെ വെച്ചാൽ ആ മരം വെട്ടെന്ന് പറഞ്ഞത് സത്യമാണോ? നീ എന്നെ കോടാലി കണ്ട് വെട്ടിയിട്ടുണ്ട്. എനിക്ക് വല്ലാതെ വേദനയുമുണ്ട്. മോഹൻ ആ മരത്തിനെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, അപ്പോഴേ ഈ ലോകത്തിലെ കുറെ മരങ്ങളുണ്ടല്ലോ, അപ്പോഴെന്താ അതിനൊക്കെ വേദനിക്കാത്തത്? എല്ലാവർക്കും തീർച്ചയായിട്ടും വേദനിക്കും, പക്ഷെ അത് പറയാനുള്ള ശക്തി ആർക്കും ഇല്ലായിരുന്നു. മോഹൻ ശ്രദ്ധിച്ചു. ആ മരത്തിന്റെ ചില്ലകളിൽ നിന്നും വെള്ളം ഒലിക്കാൻ തുടങ്ങി. ഈ നീർത്തുള്ളികളൊക്കെ എന്താ വന്നോണ്ടിരിക്കുന്നത്? അതൊന്നും നീർത്തുള്ളികളല്ല, അതൊക്കെ എന്റെ കണ്ണീരുകളാണ്. ഇത് കേട്ടതും മോഹന് വല്ലാതെ മനസ്സിൽ വിഷമം തോന്നി. എന്നോട് ക്ഷമിക്കണം സംസാരിക്കുന്ന മരമേ, ഇനി ഞാൻ ഏതൊരു മരവും വെട്ടാൻ പോകുന്നില്ല. മോഹൻ ഇത്രയേ പറഞ്ഞുള്ളൂ. ഉടനെ ആ മരം വർണ്ണങ്ങൾ നിറഞ്ഞ പ്രകാശത്തോടുകൂടി അതൊരു ഭംഗിയുള്ള മനുഷ്യനായി മാറി. മോഹൻ വളരെ ആശ്ചര്യത്തോടെ അദ്ദേഹത്തെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ ആരാണ്? ഞാൻ വനരക്ഷകനാണ്. ഇതിനു മുമ്പ് കുറെ പേര് മരം വെട്ടുന്നവരൊന്നിരുന്നു, പക്ഷെ അവരൊക്കെ പേടിച്ച് തിരിച്ചും പോയി. പക്ഷെ നീ ഞാൻ കണ്ടതിൽ രണ്ടാമത്തെ മരം വെട്ടുന്നവൻ. നിന്റെ മനസ്സിൽ മരങ്ങൾ മേലെ കുറെ മര്യാദയും ഉണ്ട്. അപ്പോഴാ മുതൽ മരം വെട്ടുന്ന ആരാണ്? നിന്റെ അച്ഛനാണ്. എനിക്കൊന്ന് നന്നായിട്ട് അറിയുന്നുണ്ട്. നീ എന്റെ കൂടെ വാ, ഞാൻ നിനക്കൊരു കാര്യം കാണിച്ചു തരാം. ആ വനരക്ഷകൻ മോഹനെ ആ കാട്ടിനകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കാട്ടിനകത്തുള്ള ആ അതിശയം കണ്ട് മോഹന്റെ കണ്ണുകൾ ആശ്ചര്യത്തിൽ നിറഞ്ഞുപോയി. മോഹൻ അത് കണ്ടു. ആ മരത്തിൽ നിന്നും ഇലകൾ പിന്നെ പഴങ്ങൾക്ക് പകരം ഭംഗിയുള്ള പാത്രങ്ങൾ വളർന്നിരുന്നു. ഇത് വളരെ വ്യത്യാസമുള്ള കാടാണല്ലോ. ഈ കാട്ടിലുള്ള മരങ്ങളൊക്കെ പഴങ്ങളൊക്കെ വളരാണ്ട് ഈ പാത്രങ്ങളൊക്കെയാണല്ലോ വളരുന്നത്. നീ പറഞ്ഞത് വളരെ ശരി തന്നെയാണ്. ഇത് മായ പാത്രങ്ങൾ കാടാണ്. പല വർഷങ്ങൾ മുമ്പ് തന്നെ നിന്റെ അച്ഛൻ ഈ കാട്ടിലേക്ക് വന്നിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിന് ഒരു വലിയ മായ പാത്രം തന്നിരുന്നു. അവരാ മായ പാത്രങ്ങളിൽ എത്ര ചെലവും ചോദിച്ചാലും ആ മായ പാത്രം അതെല്ലാം തന്നേക്കും. ആ മായ പാത്രം സഹായം കൊണ്ട് അദ്ദേഹം ഒരു വലിയ പണക്കാരനുമായി. പണക്കാരനായതിനു ശേഷം അദ്ദേഹം ഗ്രാമത്തിലെ ജനങ്ങൾ കുറെ പേര് സഹായിക്കാനും തുടങ്ങി. പക്ഷെ ഈ കാര്യം അവന്റെ സുഹൃത്തായ ഭീമന് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ഭീമ അവന്റെ പാവപ്പെട്ടതിനെ ഉപയോഗിച്ച് നിന്റെ അച്ഛന്റെ വീട്ടില് ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് നിന്റെ അച്ഛനെ അവൻ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. പിന്നെ അവൻ ആ മായപാത്രത്തിന്റെ രഹസ്യം അവൻ അറിഞ്ഞു വെച്ചു. അപ്പോഴവൻ നിന്റെ അച്ഛനടുത്ത് ആ മായപാത്രത്തിനെ പറ്റി കുറെ അവൻ ചോദിച്ചു. അപ്പോൾ നിന്റെ അച്ഛൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭീമന് ദേഷ്യം വന്നിട്ട് അവൻ രഹസ്യമായിട്ട് നിന്റെ അച്ഛനെ അമ്മേനെയും കൊന്നുകളഞ്ഞു. പിന്നെ നിന്നെ പഴി വീട്ടാൻ വേണ്ടി നിന്റെ വീട്ടിൽ തന്നെ ഒരു ജോലിക്കാരനായിട്ട് അവർ വെച്ചു. ഇങ്ങനെ പറഞ്ഞിട്ട് ആ വനരക്ഷകൻ ഒരു വലിയ പാത്രം മോഹന്റെ കയ്യിൽ നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ പാത്രത്തിൽ നീ എത്ര സെൽവം ചോദിച്ചാലും ഈ പാത്രം നിനക്ക് അത് തന്നേക്കും. എനിക്കറിയാം ആ ഭീമ നീ പണക്കാരനാവുന്ന അവൻ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിന്റെ അടുത്തും നീ പണക്കാരനായ രഹസ്യം എന്താണെന്ന് അവൻ ചോദിക്കാൻ വരും. പക്ഷെ നീ നിന്റെ അച്ഛനെ പോലെ തന്നെ നീ ഒന്നും മറക്കേണ്ട. നീ അവനെ ഇങ്ങോട്ട് കൂട്ടി വന്നേക്ക്. പക്ഷെ എന്തിന്? നീ അവനെ ഇങ്ങോട്ട് കൂട്ടി വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എല്ലാം തന്നെ മനസ്സിലായിക്കോളും. മോഹൻ വളരെ സന്തോഷത്തോടെ ആ മാന്ത്രിക പാത്രക്കാട്ടിൽ നിന്നും ആ മാന്ത്രിക പാത്രം എടുത്തുകൊണ്ട് തന്റെ വീട്ടിലേക്ക് ചെന്നു. എന്നിട്ട് എല്ലാ കാര്യങ്ങളും തന്റെ ഭാര്യയോട് പറഞ്ഞു. ഇനി നമ്മൾ പാവപ്പെട്ടവനെ നിൽക്കാൻ പോകുന്നില്ല. ചേട്ടാ, ഈ മാന്ത്രിക പാത്രത്തിൽ നിന്നും ഒരുപാട് സ്വർണം വെള്ളിയൊക്കെ ചോദിച്ചു വാങ്ങിക്കാം. മോഹൻ ആ മാന്ത്രിക പാത്രത്തിനെ നോക്കി എന്തു പറഞ്ഞെന്നാൽ, മായപാത്രമേ, എനിക്ക് കുറെ സ്വർണം വെള്ളി വൈരങ്ങളൊക്കെ വേഗം തരൂ. അടുത്ത സെക്കൻഡ് തന്നെ വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തോടു കൂടി ആ മാന്ത്രിക പാത്രത്തിൽ സ്വർണവും വെള്ളിയും പിന്നെ വൈരങ്ങളും നിറഞ്ഞിരുന്നു. രാധാ, ഇത് ശരിക്കും തന്നെ ഒരു മായപാത്രം തന്നെയാണ്. കുറച്ചു ദിവസത്തിനകം മോഹൻ ആ ഗ്രാമത്തിലെ ഏറ്റവും വലിയ പണക്കാരനായി. ഇപ്പോൾ മോഹന്റെ വീട്
ഭീമയുടെ വീട്ടിനേക്കാളും വളരെ വലുതും ഭംഗിയുള്ളതുമായിരുന്നു. മോഹന്റെ വളർച്ച ഭീമയ്ക്ക് താങ്ങാനായില്ല. ഒരു ദിവസം അദ്ദേഹം ദേഷ്യത്തോടെ മോഹനോട് വന്ന് എന്തു പറഞ്ഞെന്നാൽ, നീ എന്റെ വീട്ടിൽ ശുദ്ധം ചെയ്തുകൊണ്ടിരുന്ന ഒരു ജോലിക്കാരനല്ലേ? എന്റെ അടുത്ത് എങ്ങനെയാണ് പെട്ടെന്ന് ഈ പണമൊക്കെ വന്നത്? ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് കാത്തിരുന്നത് മുതലാളി. അതായത് എന്റെ അടുത്ത് ഒരു മായപാത്രം കിട്ടിയിരുന്നു. അതിൻ്റെ അടുത്ത് എനിക്ക് എത്ര സ്വർണം വെള്ളി വൈരമൊക്കെ വേണമെങ്കിൽ ചോദിച്ചാലും അത് എനിക്ക് അങ്ങ് തന്നേക്കും. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണോ ആ പാത്രം ഞാൻ തന്നേക്കും. പക്ഷേ അതിനു വേണ്ടി നിങ്ങൾ ആ മായപാത്രത്തിന് വേണ്ടി നിങ്ങൾ എന്റെ കൂടെ കാട്ടിലേക്ക് വരണം. ഭീമ ചിരിച്ചുകൊണ്ട് മോഹനോട് എന്തു പറഞ്ഞെന്നാൽ, നീ നിന്റെ അച്ഛനെ പോലെ ഒരു മണ്ടനൊന്നല്ല. അവന്റെ അടുത്ത് അതേപോലെ ഒരു രഹസ്യമുള്ള പാത്രം ഉണ്ടായിരുന്നു. ഞാൻ അവന്റെ അടുത്ത് കുറെ പ്രാവശ്യം ചോദിച്ചു, അവന് ആ പാത്രം എവിടെയാ കിട്ടിയതെന്ന് ഞാൻ ചോദിച്ചു. പക്ഷെ അവനാണെങ്കിൽ അത് പറഞ്ഞിട്ടുമില്ല. നിങ്ങൾ പറഞ്ഞത് വളരെ ശരിയാണ്. ശരി, എന്റെ കൂടെ വരൂ. കുറച്ചു സമയത്തിനകം മോഹൻ ഭീമയെ ആ മാന്ത്രിക കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ഭീമ ആ കാടിനെ നോക്കിയിട്ട് വളരെ ആശ്ചര്യത്തോടെ പറഞ്ഞു, ഇത് വളരെ അതിശയമുള്ള കാട് തന്നെയാണല്ലോ. അപ്പോഴാണ് വർണ്ണ നിറത്തിലുള്ള പ്രകാശത്തോടുകൂടി അവിടെ വനരക്ഷകൻ പ്രത്യക്ഷപ്പെട്ടത്. പിന്നെ ദേഷ്യത്തോടെ ഭീമയെ നോക്കി പറഞ്ഞു, നീ ഇവിടെ വന്നു കഴിഞ്ഞോ? പക്ഷേ എപ്പോഴും നിനക്ക് തിരിച്ചു പോകാൻ പറ്റില്ല. ഈ മായക്കാട്ടിലെ എത്ര പാത്രങ്ങൾ തൂങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടോ അതിലുള്ള ചിലതൊക്കെ വരം കൊടുക്കുന്ന മായപാത്രങ്ങളാണ്. പക്ഷെ ബാക്കിയുള്ള ചില പാത്രങ്ങളൊക്കെ അത്യഗ്രഹം കൊണ്ട് പേരാശ കൊണ്ടുള്ള മനുഷ്യങ്ങളാണ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത്. നീ മോഹന്റെ അച്ഛനും അമ്മേനെയും കൊന്നു കളഞ്ഞിട്ട് മോഹന്റെ ആ ചെറുപ്പക്കാര ജീവിതം നശിപ്പിച്ചിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ നിനക്ക് തീർച്ചയായിട്ടും ആവശ്യമാണ്. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? കാരണം ഞാനാണ് ആ വനരക്ഷകൻ. ഞാനാണ് മോഹന്റെ അച്ഛൻ്റെ കയ്യിൽ ആ പാത്രവും കൊടുത്തിരുന്നത്. എനിക്ക് തീർച്ചയായിട്ടും അറിയാം മോഹന്റെ മകൻ തീർച്ചയായിട്ടും ഇങ്ങോട്ട് വരുമെന്ന്. പിന്നെ ഞാൻ അവനെ വെച്ചിട്ട് അവന്റെ അച്ഛനെ കൊന്നവനെ തീർച്ചയായിട്ടും ഞാൻ ഇവിടെ വരുത്തിപ്പിക്കും. അവന് ശിക്ഷയും ഞാൻ നൽകും. ഇനി നിന്റെ ഈ മൊത്ത ജീവിതവും ഈ മായപാത്രക്കാടിൽ തന്നെ ജീവിക്കേണ്ടത്. ഏതെങ്കിലും ഒരു പാത്രമായിട്ട് മരത്തിൽ തൊങ്ങിക്കൊണ്ടിരിക്കാൻ പോവുകയാണ്. പെട്ടെന്ന് വനരക്ഷകന്റെ കണ്ണിൽ നിന്നും വർണ്ണങ്ങൾ നിറഞ്ഞ പ്രകാശം വന്നു. പിന്നെ ഭീമ ഒരു പാത്രമായി മാറി ആ മരത്തിന്റെ ചില്ലയിൽ തൂങ്ങിക്കിടന്നു. വനരക്ഷകൻ സന്തോഷത്തോടെ മോഹനോട് പറഞ്ഞു, നിന്റെ അച്ഛനമ്മനെ കൊന്നവന് ഞാൻ ശിക്ഷയും നൽകിയിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞിട്ട് വനരക്ഷകൻ അവിടെ നിന്നും മാഞ്ഞുപോയി. പിന്നെ മോഹൻ സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് തിരികെ വന്നു.